ഞാൻ കോഴിക്കോട് അസംബ്ലീസ് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തില് കുന്നമംഗലം എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡ് പേര് പ്രതീഷ് എന്നാണ്. ഞങ്ങളിവിടെ പുതിയ വേലസ്ഥലമാണ്. ദൈവം തന്ന ആത്മാക്കളുമായി ദൈവകൃപയിൽ ആശ്രയിച്ച് വേലയിൽ മുന്നോട്ട് പോകുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. മുഖവുരകളൊന്നും ഇല്ലാതെ ഞാൻ കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കുകയാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ എന്റെ സാക്ഷ്യത്തിൽ നിന്നും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ പറയാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അടിയനെ ഓർത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കണം ഈ വചനം കേൾക്കേണ്ടതെന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ വചനം, ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. വചനം ദൈവമാകുന്നു എന്നാണ്. ഒരു ദൈവവചനത്തിന് ദൈവത്തോളം തന്നെ ശക്തിയുണ്ട്. നമ്മെ ദേഹം, ദേഹി, ആത്മതലങ്ങളിൽ വിടുവിക്കുന്ന, രൂപപ്പെടുത്തുന്ന ദൈവ വചനത്തിന്റെ ശക്തി നാം ഒരുപോലെ അനുഭവിച്ച് വിടുതൽ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എല്ലാവരും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ വചന ചിന്തയ്ക്കായി യിരെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഞാൻ എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവ് ചാപ്റ്റർ 12 വേഴ്സ് 5. അതിങ്ങനെയാണ് വായിക്കുന്നത്: കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യിരെമ്യാവിനോട് ദൈവം ഇടപെടുന്ന ഒരു വേദഭാഗമാണ് ഇത്. നിങ്ങൾ ഓരോരുത്തരും ഈ വചനഭാഗം കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യിരെമ്യാവിനോട് ദൈവം ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? അപ്പൊ നാം മനസ്സിലാക്കണം, അവിടെ യിരെമ്യാവ് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലെ. അല്ലാതെ നീ ക്ഷീണിച്ചു പോയാൽ നീ എങ്ങനെ കുതിരകളോട് മത്സരിച്ചോടുമെന്ന് കർത്താവ് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം, യിരെമ്യാവിനെ ദൈവം ബാലനായിരിക്കയിൽ തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ്. ഇസ്രായേൽ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞ സമയത്ത് അവരെ യഹോവയാം ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തേണ്ടതിനു വേണ്ടി ശക്തമായ പ്രവചന ശബ്ദത്തിലൂടെ അനേകർ വ്യാജ ദർശനങ്ങൾ, വ്യാജം പ്രവചിച്ച് ജനത്തെ തെറ്റിച്ചു കളയുമ്പോൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഉറപ്പോടെ നിന്ന്, പതറിപ്പോകാതെ നിന്ന്, ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഒരു പ്രവാചകനാണ്. ലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം വിഷമമാണ് അല്ലെ, നാം ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മുടെ കൂടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോഴെല്ലാം നമുക്ക് പ്രയാസമാണ്. അത് നമ്മൾ വേദനപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഏകയായി എൻ്റെ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പാടും, അകത്തും പുറത്തും എല്ലാം പീഡനം വന്നപ്പോൾ അല്ലെ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്: അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക, വാഴ്ത്തിയിടുക. നാം പാടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ നന്നായി അറിയാം. അകത്തും പുറത്തും പീഡനം, നമ്മൾക്കെതിരെ ശത്രു വ്യക്തികളെ, സാഹചര്യങ്ങളെല്ലാം കയ്യിലെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിന് അസാധാരണ ദൈവകൃപയും ദൈവത്തെ നമ്മൾ മുഖാമുഖം കണ്ടതുപോലെയുള്ള വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി ആ ദൈവത്തിന്റെ പ്രവൃത്തിയും മഹത്വവും നാം അനുഭവിച്ചറിഞ്ഞവരാണെങ്കിൽ മാത്രമേ അത്തരം സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇസ്രായേൽ എല്ലാം തെറ്റിപ്പോവുകയാണ്. അവർക്ക് സത്യം വേണ്ട, അവർക്ക് സത്യപ്രവചനം വേണ്ട, സത്യത്തിന്റെ ആലോചനകൾ വേണ്ട, അവർക്ക് വ്യാജ പ്രവചനങ്ങൾ മതി, അവർക്ക് സുഖിപ്പിക്കുന്ന ദൂതുകൾ മതി, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു കറക്ഷൻ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊരു മടങ്ങിവരവിന് ആഗ്രഹിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ താൻ ഒറ്റപ്പെട്ടവനായി ആരാലും അല്ലെ, നമുക്കെല്ലാം ഈ യിരെമ്യാ പ്രവാചകൻ, ഞാൻ എപ്പോൾ ക്ഷീണിക്കുമ്പോഴും കർത്താവിന്റെ ആത്മാവ് എന്നോട് യിരെമ്യാ പ്രവാചനത്തിൽ നിന്നാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ ഞാൻ ഓർക്കും, ബാലനായിരിക്കയിലെ തിരഞ്ഞെടുത്ത് ഈ അധ്യായം, ഈ പ്രവചന പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പോലും യിരെമ്യാ പ്രവാചകന്റെ കൂടെ ഇസ്രായേൽ ജനം നിൽക്കുന്നതായി കാണില്ല. ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ തന്നെ അന്വേഷിച്ച് ആലോചന ചോദിക്കാനെല്ലാം വ്യക്തികളും രാജാക്കന്മാരും വരുന്നുണ്ടെങ്കിലും, ജാതീയ പശ്ചാത്തലത്തിൽ നിന്നെല്ലാം വരുന്നുണ്ടെങ്കിലും, ഇസ്രായേലിൽ നിന്ന് ആരും തന്നെ അംഗീകരിക്കുകയോ തന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ലെങ്കിലും അവസാനം വരെ യിരെമ്യാ പ്രവാചകൻ ദർശനത്തിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിനു വേണ്ടി താൻ നിലകൊണ്ടു. അങ്ങനെ മടുത്തു പോകാതെ
ദൈവനാമത്തിനു വേണ്ടി ഒരു വ്യക്തിക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ, ദർശനം മങ്ങിപ്പോകാതെ, സമർപ്പണത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവാലോചന അവസാനം വരെ ദൈവമുഖത്ത് നിന്ന് കേട്ട് ജനത്തോട് പറയത്തക്കവണ്ണം ഏത് രാജാവിനോടും, ഏത് പ്രമാണിയോടും, ഏത് അധികാരിയോടും, അന്യരാജ്യത്തും, അല്ലെ, ഇവർ ബാബേൽ പ്രവാസത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും യിരെമ്യാ പ്രവാചകന് ആവശ്യക്കാരുണ്ട്. അങ്ങനെ നിന്ന ഒരു പ്രവാചകൻ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നിന്നുകൂടാ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഒറ്റയ്ക്കാണെങ്കിലും, നമ്മെ അംഗീകരിക്കാൻ ആരുമില്ലെങ്കിലും, ദൈവത്തിന്റെ ഹിതത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ, ദൈവ പദ്ധതി പ്രകാരമാണ് നാം ഒറ്റപ്പെടുന്നതെങ്കിൽ, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നാം ആത്മാവിൽ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ക്ഷീണിച്ചു പോയ ഘട്ടത്തിൽ കർത്താവ് പറയുകയാണ്, നീ ഇങ്ങനെ കാലാളുകളോട് കൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ നിനക്ക് കുതിരകളോട് മത്സരിച്ചോടാനുണ്ട്. നിനക്കിനി ഇതിലും വലിയ വിഷയങ്ങളെ അതിജീവിക്കാനുണ്ട്. നീ ഇപ്പൊ തുടങ്ങി പകുതി എത്തിയുള്ളൂ. ഇനി നിനക്ക് പൂർത്തീകരിപ്പാൻ ഒത്തിരി മേഖലകളുണ്ട്. നിനക്ക് പോരാടുവാനുള്ള ഇതിലും വലിയ പോരാട്ടങ്ങളുണ്ട്. ഇതിലും വലിയ ശത്രു കൂട്ടുകെട്ടുണ്ടാക്കി നിന്റെ നേരെ വരുന്ന സന്ദർഭങ്ങൾ മുന്നിലുണ്ട്. നീ ഇതിലേ ക്ഷീണിച്ചു പോയാൽ ഇതിലും വലിയ വിഷയങ്ങളെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കർത്താവിന്റെ ആത്മാവ് അവനോട് ചോദിക്കുന്ന വേദഭാഗമാണ്. പ്രിയമുള്ളവരെ, നീ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതം അത് പോരാട്ടങ്ങളുടെ നടുവിലാണ്. അത് ആദ്യമെല്ലാം ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് പോരാട്ടം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ജഡരക്തത്തിൽ നമുക്ക് പോരാട്ടമില്ല, എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് അന്ധകാര മണ്ഡലങ്ങളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും, വാഴ്ചകളോടും, ദേശത്തിന്റെ ആധിപത്യങ്ങളോടും എല്ലാം നമുക്ക് പോരാട്ടമുണ്ടെന്ന് പുതിയ നിയമത്തിൽ പൗലോസ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ലെന്നും, അതിന് ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണമുള്ള ആത്മീക ആയുധം ഓരോ ദൈവ പൈതലിനും ഭരമേൽപ്പിച്ചിട്ടുണ്ടെന്നും വചനം പുതിയ നിയമത്തിൽ നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, കുതിരകളോട് മത്സരിച്ചോടുന്ന ഒരു ആത്മതലത്തിലേക്ക് ഞാനും നിങ്ങളും ഈ നാളുകളിൽ കയറുന്നില്ലെങ്കിൽ, കാലാളുകളോട് ഓടി ക്ഷീണിച്ച മടുപ്പിക്കുന്ന മനംമടുത്ത ആത്മതലത്തിലുള്ള ഒരു ജീവിതമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ, വലിയ കാലം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ ശത്രുവായ പിശാച് തന്റെ തന്ത്രങ്ങളും, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ. നിങ്ങൾ അറിയാത്തവരല്ലല്ലോ പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് വചനം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഈ നാളുകളിൽ നാം ആത്മീകമായി യുദ്ധം ചെയ്യുവാൻ, ശത്രുവിനോട് പൊരുതി ജയിക്കുവാൻ, നമ്മൾ കുതിരകളോട് മത്സരിച്ചോടി ജയിക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് നാം കയറിയില്ലെങ്കിൽ നാം എങ്ങനെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുമെന്ന് കർത്താവ് യിരെമ്യാവിനോട് ചോദിക്കുന്നത് പോലെ ഞാനും ആത്മാവിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും നാം ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കുമെന്ന ആലോചന പറഞ്ഞ വാഗ്ദത്തം തന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. താങ്ങുവാൻ പറ്റാത്ത വിഷയങ്ങളിലൂടെ നമ്മെ കടത്തിവിടാതെ, പോരിനായി നമ്മുടെ കൈകളെ, യുദ്ധത്തിനായി നമ്മുടെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് നാം മറന്നു പോകരുത്. ഇവിടെ കർത്താവ് യിരെമ്യാവിനോട് ചോദിക്കും, നീ എങ്ങനെ കുതിരകളോട് മത്സരിച്ചോടും? ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും യുദ്ധം ജയിക്കണമെന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു പോർക്കളത്തിലാണ് ഉള്ളതെന്ന് നമ്മൾ ഒരിക്കലും ഒരു ടൂറ് പോകുന്ന ഒരു എക്സൈറ്റിംഗ് മൂഡിലല്ല. നമുക്ക് ആത്മാവിന്റെ സന്തോഷമുണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് വെല്ലുവിളികളുണ്ട്. നാം എപ്പോഴും ഒരു സൈന്യമായിട്ടാണ്, ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളാണ്. അവര് പൊരുതുന്നവരാണ്. അവര് എപ്പോഴും ജാഗ്രതയോടുകൂടെ വാച്ച് ചെയ്യേണ്ടവരാണ്. അവരെപ്പോഴും ശത്രുവിന്റെ സ്പന്ദനങ്ങളെ, നീക്കങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടുന്നവരാണ്. ആത്മീക ജീവിതത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലും ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. തന്നെ അബ്രഹാമിനോട് അറിയിക്കാതെ താൻ ഒന്നും ചെയ്യുകയില്ലെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശത്രു ഒരുക്കുന്ന കെണികളെ, പതിയിരിപ്പുകളെല്ലാം ആത്മാവിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ, ദർശനങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആത്മതലത്തിൽ മുട്ടയിൽ ഇരുന്ന്
ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മാവിൽ നിറഞ്ഞ് കോട്ടകളെ ഇടിക്കുന്ന ആത്മീക ആയുധങ്ങളെ ഉപയോഗിച്ച് അതിനെ തകർത്ത് ആമേൻ ദൈവഹിതമല്ലാത്ത യാതൊരു വിഷയങ്ങളെയും ഞാൻ എന്റെ ജീവിതത്തിൽ തലമുറകളുടെ മേൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ച് ജയിച്ച് അതിനെയെല്ലാം മറികടക്കുവാൻ ഇരമ്യാവിനോട് 1-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്. ബാലനായിരിക്കൽ തന്നെയാണ് ഇരമ്യാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. അന്നേരം ഞാൻ ഒത്തിരി ചിന്തിപ്പാനിടയായി ഇത് വായിച്ചപ്പോ. ബാലനായിരുന്ന ഇരമ്യാവിനെ ഗർഭത്തിലേ തെരഞ്ഞെടുത്ത ബാലനായിരുന്ന ഇരമ്യാവിനെ ആ ചെറുപ്രായത്തിലേ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിന് ഒരു കുഞ്ഞിനെ ഉപയോഗിച്ചും തന്റെ ശക്തി പകർന്ന് ഉപയോഗിക്കാം. പ്രായമുള്ളവരെ ഉപയോഗിക്കാം. ഈ പ്രായം ദൈവത്തിന് ഒരു വിഷയമല്ല. ചെറുതാണോ ചെറുപ്പമാണോ വലുതാണോ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരാണ് നമ്മൾ, അല്ലെ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെല്ലാം വിഭാഗത്തിലുള്ളവരാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ പ്രായം ദൈവത്തിന് ഒരു വിഷയമേ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ തലമുറകളെ കൊണ്ട് ചെയ്യിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു പ്രാർത്ഥനയും തള്ളിക്കളയുന്നവനല്ല. ഇങ്ങനെ നമ്മൾ ഇരമ്യാവിന്റെ 1-ാം അധ്യായത്തില് 6-ാം വാക്യത്തിൽ, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പോ ബാലനായിരുന്ന ഇരമ്യാവ് പേടിച്ചു പോയപ്പോൾ നിന്നെ വിടുവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന അധ്യായത്തിൽ പറയുകയാണ്. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ 19-ാം വാക്യത്തിൽ സെയിം അധ്യായത്തിൽ കർത്താവ് പിന്നെ അവനെ ഉറപ്പിക്കുന്നുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ദൈവം എന്ത്? അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ശത്രു നമ്മോട് യുദ്ധം ചെയ്യും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ശത്രു നമ്മോട് യുദ്ധം ചെയ്യുമെന്ന് വ്യക്തമായി വചനം പറയുന്നുണ്ട്. എന്നാൽ അവർ നമ്മെ ജയിക്കയില്ല. അവൻ നിന്നെ ജയിക്കയില്ല എന്ന് വ്യക്തമായി കർത്താവ് ഉറപ്പ് പറയുക. നിന്നെ ജയിക്കയില്ല താനും. എന്തുകൊണ്ടാ നമ്മെ ജയിക്കാൻ പറ്റാത്തത്? നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്തുകൊണ്ടാണെന്നറിയോ ശത്രു നമ്മെ ജയിക്കാത്തത്? നമ്മോട് കൂടെയുള്ളവന്റെ മഹത്വമാണ്, അല്ലാതെ നമ്മുടെ മഹത്വമല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പ്രാപ്തിയല്ല. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ വലിപ്പത്തിലാണ് ശത്രു നമ്മെ തോൽപ്പിക്കാതെ വണ്ണം നമ്മെ ജയത്തോടെ നിർത്തുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ശക്തിക്കൊത്ത വണ്ണമാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇങ്ങോട്ട് ശത്രു യുദ്ധം ചെയ്യാൻ വരുമ്പോൾ വിഷയങ്ങളെല്ലാം കൊണ്ടിട്ട് അതിന്റെ മതിൽ പതറി പോകത്തക്കവണ്ണം കൂട്ടുകെട്ടുണ്ടാക്കിയെല്ലാം ശത്രു വരുമ്പോൾ നാം അതിന്റെ മധ്യത്തിൽ ഒന്നും വിറച്ചു പോകരുത്. ആരാണ് നമ്മെ വിളിച്ചതെന്നും ആരാണ് നമ്മെ നിർത്തുന്നതെന്നും ആരാണ് നമ്മോട് കൂടെ ഉള്ളതെന്നുമുള്ള സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ഹല്ലേലൂയ പൊരുതുവാനുള്ള ബലം. നമ്മുടെ മാനസികമായ ധൈര്യം നമ്മുടെ ബലം കെടുത്തി നമ്മെ ഭയപ്പെടുത്തി ആകുലപ്പെടുത്തി ചിന്താകുലത്തിൽ അകപ്പെടുത്തി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി പോരാടുവാൻ ബലമില്ലാതെ വണ്ണം ശത്രു നമ്മെ ക്ഷീണിപ്പിച്ചാണ് ഒരു വ്യക്തിയുടെ ബലം ചോർത്തുന്നത്, അല്ലെ? ഇവിടെ ഇരമ്യാവ് ചുറ്റും നോക്കി. ഈ 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ യഹോവേ, ഇരമ്യാവ് കർത്താവിനോട് ചോദിക്കും, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത്? അപ്പൊ ഇരമ്യാവ് അങ്ങ് ചുറ്റും നോക്കുമ്പോ ഇരമ്യാവിന് മാത്രമാണ് പ്രശ്നങ്ങള്. ഇരമ്യാവ് സത്യത്തിനു വേണ്ടി നിൽക്കുന്നു. ഒരു വ്യക്തിയും അത് കണക്കിടുന്നില്ല. വ്യാജത്തിന് മനസ്സ് വെക്കുന്നവരും ദുഷ്ടന്മാരും എല്ലാം നിർഭയമായിരിക്കുന്നു. അവർക്ക് വിഷയങ്ങളൊന്നുമില്ല. അവര് സ്മൂത്തായി അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഇരമ്യാവിനാണ് വിഷയങ്ങൾ. അത് ഇരമ്യാവിനെ ക്ഷീണിപ്പിക്കുകയായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ് ശത്രു നമ്മളെ കുടുക്കിക്കളയുന്നത്, അല്ലെ? നമ്മളെ ചുറ്റിലേക്കും കർത്താവിങ്കിൽ നിന്ന് നോക്കുന്ന ഏകാഗ്രതയിൽ നിന്ന് നോട്ടത്തിൽ നമ്മളെ തെറ്റിച്ചിട്ട് നമ്മുടെ വിഷയങ്ങളിലേക്കും വ്യക്തികൾ പറഞ്ഞതിലേക്കും വ്യക്തികൾ നമ്മൾ ചെയ്തതിലേക്കും ശത്രുവിന്റെ കൂട്ടുകെട്ടുകളിലേക്കെല്ലാം നോക്കി പോയാൽ, അതിൽ ഫോക്കസ് ചെയ്തു പോയാൽ നമ്മുടെ ബലം ഓട്ടോമാറ്റിക്കായി ചോർന്നു പോകും. കാരണം നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്
കർത്താവേ പൂർത്തീകരിക്കുന്നവനായ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്നാണ്. കർത്താവിനെ സൂക്ഷിച്ചു നോക്കൂ എന്ന് പണ്ട്. അപ്പൊ നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന്, കർത്താവ് സഹിച്ചത്, കർത്താവ് ഒറ്റപ്പെട്ടത്, നിന്നത്, അവസാനം വരെ വേല തികച്ചത്, ഇതെല്ലാം ധ്യാനിച്ചാലും ഇതെല്ലാം ശ്രദ്ധിച്ചാലും എന്നും ആ വചനങ്ങളിലൂടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ നമ്മൾ ക്ഷീണിച്ചു പോകാതിരിക്കുകയുള്ളൂ. ഇവിടെ ഇരമ്യാവ് ചുറ്റുമുള്ള ദുഷ്ടന്മാരെല്ലാം ഒക്കെയാണല്ലോ കർത്താവെ, നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് നിർഭയമായിരിക്കാൻ ദൈവമേ, എന്തുകൊണ്ടെന്നുള്ള ഒരു ചിന്തവല്ലേക്ക് വന്ന സമയത്ത് അവൻ കാലാളുകളോട് കൂടെ ഓടി ക്ഷീണിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നീ എങ്ങനെ കുതിരകളോട് മത്സരിച്ചോടും? പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നത് നാം കുതിരകളോട് മത്സരിച്ച് ഓടി ജയിക്കണമെന്നാണ്. നാം ഉന്നതമായ മേഖലകളിലേക്ക് നമ്മെ നടത്തി ശത്രുവിന്റെ ഉയർന്ന ആത്മതലങ്ങളെ, ശത്രുവിന്റെ ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞ്, യിരെമ്യാവിനോട് 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 1-ാം അധ്യായം 10-ാം വാക്യം, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നെന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ബാലനായിരിക്കെ വിളിച്ച് ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വായെ തൊട്ട്, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്ന ചില ദൈവീക പദ്ധതികൾക്കും ചില ദൈവീക പ്രവൃത്തികൾക്കുമാണെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചു വേർതിരിച്ച് ചിലത് കോട്ടകളെ ഇടിച്ച് ഇസ്രായേൽ ജനത്തെ വലിച്ചു കൊണ്ടുപോയി വശീകരിച്ചു കൊണ്ടുപോയ ജാതീയ ആധിപത്യങ്ങളെ എല്ലാം തകർത്ത് മുന്നേറി ഉന്നതമായ നിലവാരത്തിൽ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട യിരെമ്യാവിന് ഇവിടെ ക്ഷീണം വരികയാണ്. താൻ എങ്ങനെ കുതിരകളോട് മത്സരിച്ചോടുമെന്നുള്ള ചോദ്യം കർത്താവ് തന്നോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുതിരകളോട് ഒരു വ്യക്തിക്ക് മത്സരിച്ചോടി ജയിക്കാൻ പറ്റുമോ? നമ്മുടെ നോർമൽ ബുദ്ധിയിൽ ഒരു കുതിര ഓടുന്നു, കുതിരയുടെ വേഗത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യുദ്ധം ചെയ്ത് ശത്രുരാജ്യത്തെ ഓടിച്ചു, അല്ലെ, അതിന്റെ കടിഞ്ഞാണ് അത് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് ഒരിക്കലും 4 കാലിൽ ഓടുന്ന ഈ കുതിരയെ 2 കാലിൽ ഓടുന്ന മനുഷ്യന് ഒരിക്കലും ഓടി തോൽപ്പിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. കുതിരയോട് ഓടി ജയിച്ച ഒരു മനുഷ്യനെ ഓടി പിൻപിലാക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏലിയാവാണ്. അഹാബിന്റെ രഥത്തിന്റെ, യഹോവയുടെ കൈ അപ്പോൾ ഏലിയാവിന്റെ മേൽ വന്നു. അവന് മഴ പെയ്ത സമയത്ത് അവൻ ആഹാബിന്റെ രഥത്തിൽ കെട്ടിയ കുതിരകളുടെ വേഗതയെ മറികടന്ന് ഹല്ലേലൂയ, ആമേൻ, മറികടന്ന് മുമ്പോട്ട് ഇസ്രായേൽ എത്തുവരെ ഓടി എന്ന് വായിക്കുന്നത്. ഏലിയാവിന്റെ ഓട്ടത്തെ മറികടക്കുവാൻ ആ കുതിരയുടെ വേഗതയ്ക്ക് കഴിഞ്ഞില്ലെന്ന് ഹല്ലേലൂയ ദൈവവചനം വ്യക്തമായി പറയുന്നു. പ്രിയ ദൈവമക്കളെ, ചില ആത്മതലങ്ങളെ ശത്രുവിന്റെ വേഗതയെ മറികടന്ന്, ഹല്ലേലൂയ, ശത്രുവിന്റെ വേഗതയെ മറികടന്ന് ചില ആത്മതലങ്ങളെ കീഴടക്കി മുന്നേറി ഓടി ജയിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. ആ ദൈവീക പദ്ധതികൾക്ക് വേണ്ടി, ആ ദൈവീക നിയോഗങ്ങൾക്ക് വേണ്ടി, ഉന്നതമായ ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി, ഹല്ലേലൂയ, തലമുറയായി നമ്മെ വിളിച്ചു വേർതിരിച്ച ആ ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതികൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ദൈവാത്മാവിനാൽ ഒരുക്കപ്പെടേണ്ടുന്നതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യിരെമ്യാ പ്രവചനത്തിന്റെ 33-ാം അധ്യായത്തില് താൻ ഒത്തിരി സമയത്ത് ക്ഷീണിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം, ദൈവം തെരഞ്ഞെടുത്തവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. അവർക്കൊരു അസാധാരണത്വമില്ല. ആകെക്കൂടെ അവർക്കുള്ള പ്രത്യേകത, അവർ ആഴമേറിയ ദൈവാശ്രയമുള്ളവരും പ്രാർത്ഥനാ ജീവിതമുള്ളവരും ദൈവീക ബന്ധമുള്ളവരായിരുന്നു. എന്നാലും അവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതാണ് നമ്മൾ ഏലിയാവിൽ കാണുന്നതും യിരെമ്യാവിൽ കാണുന്നതെല്ലാം. അവൻ ഭയപ്പെട്ടു പോകുന്നതും കർത്താവിനറിയാം. നാം ചില സാഹചര്യങ്ങളിൽ ഭയപ്പെട്ടു പോകും. കർത്താവിനറിയാം, നാം നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവമാണെന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. അവിടെ യിരെമ്യാവ് പാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെടുന്ന 33-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തില്, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ
ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ദൈവവചനത്തിലൂടെ കർത്താവിനോട് പറയുക. അപ്പൊ യിരെമ്യാവ് സങ്കല്പിക്കുന്നു, ഞാൻ ചിന്തിക്കുകയാണ്, യിരെമ്യാവ് ഓർക്കുന്നു, എത്ര കാലമായി കർത്താവേ ഞാൻ ഈ ജനത്തോട് പ്രവചിക്കുന്നു, എത്ര കാലം ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, ഒരു വ്യക്തിക്ക് പോലും ഒരു രൂപാന്തരം, അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. മാത്രമല്ല അവര് വ്യാജ കൂട്ടുകൾ ഉണ്ടാക്കി പ്രവാചകന്മാരെ കൂട്ടുപിടിച്ച് യിരെമ്യാവിനെ അവര് തടവിലാക്കുന്നുണ്ട്. യിരെമ്യാവിന് നേരെ അവരൊത്തിരി പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ശത്രുക്കളുടെ മധ്യത്തിലാണ് താൻ ആയിരിക്കുന്നത്. തന്റെ പ്രാണൻ പോലും എടുക്കത്തക്കവണ്ണമുള്ള പദ്ധതികളാണ് അവർ ഒരുക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഭക്തൻ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് സ്വാഭാവികമായും താൻ ചിന്തിക്കും, നമ്മളാണെങ്കിലും നമ്മുടെ കൂടെ ആരും നമ്മെ മനസ്സിലാക്കുവാനില്ലാതെ ശത്രു ആമേഖണികൾ ഒരുക്കുന്ന സമയത്തൊക്കെയും നാം ആധിപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ 3-ാം വാക്യത്തിൽ പറയുക, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി നാം നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ എത്ര വലുതെന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന സമയത്താണ് വിശ്വാസത്തിൽ വരുന്നത്. ഞാനൊരു യാഥാസ്ഥിക കുടുംബത്തിലായിരുന്നു. ഞാന് രക്ഷിക്കപ്പെട്ട യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നായിരുന്നു ഞാന് വിശ്വാസത്തിൽ വന്നത്. എൻ്റെ അച്ഛനും എന്റെ പാരന്റ്സ് എല്ലാം എന്നെ വളർത്തിയത് തികച്ചും ഹൈന്ദവ പശ്ചാത്തലത്തിലാണ്. നാമജപങ്ങളും അമ്പലത്തിൽ പോവുകയും പൂജ വെക്കുകയും അതിൻ്റെതായ സ്വപ്നങ്ങൾ ചൊല്ലുകയും നോയമ്പ് നോൽക്കുകയും എല്ലാം ചെയ്യുന്ന ഞാനൊരു തീവ്രമായ ആ പശ്ചാത്തലത്തിൽ ഒരു ഭക്തയായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും എനിക്കൊരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചാലും ഒന്നും തിരിച്ചെന്നിലേക്ക് വരാതെ, ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെടുവാനിടയായി. വാസ്തവത്തിൽ ദൈവമുണ്ടോ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ജാതീയ പുരാണങ്ങളെല്ലാം, രാമായണം, മഹാഭാരതം, അങ്ങനെ കുട്ടികളുടെ ബുക്കുകളെല്ലാം ഞങ്ങളുടെ തറവാട്ടിലുണ്ടായിരുന്നു എടുത്തു വായിക്കാൻ. കുഞ്ഞുങ്ങളെയെല്ലാം ആ കഥകളെല്ലാം പഠിപ്പിച്ചാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അന്നേരം ഞാൻ ഇങ്ങനെ അതെല്ലാം വായിക്കുമ്പോൾ ചിന്തിക്കും, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു അതിൽ എഴുതിയത്. ഞാൻ ഓർക്കുമായിരുന്നു, ഇതൊക്കെയാണോ ദൈവം? ഈ ദൈവത്തിന് ഈ നിലവാരേ ഉള്ളെങ്കിൽ ഈ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ നിലവാരം എന്തായിരിക്കും, അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് ഞാൻ പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ദൈവം ഇല്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ 10th എക്സാം ആയപ്പോ ഞാന് പ്രൈസ് ദി ലോർഡ് 10th എക്സാം ആയപ്പോ ഞാൻ ഒരു നോയമ്പ് നോറ്റു. അമ്പലത്തിൽ പോയ സമയത്ത് എനിക്ക് രാവിലെ മഞ്ഞുള്ള സമയമായതുകൊണ്ട് എനിക്ക് ഇൻഫെക്ഷൻ വന്നു, വളരെ അസുഖത്തിലായി, വീസിങ് വന്നു. എൻ്റെ എക്സാം എല്ലാം ബ്ലോക്ക് ആവുന്ന രീതിയിൽ എനിക്ക് കൈ വിറച്ചിട്ട് എഴുതാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റേജിലേക്ക് പോയി. അത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ഞാൻ ഇതിന് പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ് കൃഷ്ണതയോട് അതിരാവിലെ പോയത്. എന്നാൽ അതിന്റെ ഫലമായി എനിക്ക് എൻ്റെ എക്സാം പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി. ശരിക്കും ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെ ഇവണ്ണം ആയത് എന്ത് ഞാൻ സങ്കടപ്പെട്ട സമയത്ത് പഴയ പേപ്പറെല്ലാം വിരിച്ചിട്ട് ഞാനൊരു മാവിൻ ചുവട്ടിലിരുന്ന് ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ട് അങ്ങനെ പഠിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിലുള്ള ആ സമയത്ത് പഴയ പേപ്പറിൽ നിന്ന് ഒരു പേപ്പർ എൻ്റെ കയ്യിൽ വെറുതെ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൽ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥന എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്നുവരെ മധ്യസ്ഥരോടുള്ള യൂദാസ്ലീഹയുടെ പ്രാർത്ഥന, മറിയയോടുള്ള പ്രാർത്ഥന, അതൊന്നും അല്ലാതെ ഇതുവരെ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥന ഒരു പേപ്പറിലും ഞാൻ കണ്ടിട്ടില്ല. അതിലിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഒരു പ്രാർത്ഥന ചൊല്ലി അതിന്റെ ഉപകാരം, അതിൻ്റെതുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് ഒരു കുറിപ്പ് എഴുതി പോസ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ടായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് എൻ്റെ 10th ഞാൻ പഠിച്ച സമയത്ത് ഞാനൊരു ഒരു ബുക്കിലെ പേജ് എടുത്തിട്ട് ഞാൻ എഴുതി ഇങ്ങനെ, കർത്താവായ യേശുവേ, നീ സത്യ ദൈവമാണെങ്കിൽ നീ എന്നെ ഈ എക്സാം എഴുതി നന്നായി സ്കോർ ചെയ്ത് പാസ്സാവാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ അവിടെ എഴുതി എഴുതി മേലെ കൂടെ എഴുതി ഡാർക്കൻ ചെയ്ത് എഴുതി എൻ്റെ ബുക്കിൽ വെച്ചിട്ട് ഞങ്ങളുടെ വീടിന്റെ റാക്കിൽ ഇട്ടത് വർഷങ്ങളുടെ മുമ്പ്. ഞാൻ പിന്നെ അത് മറന്നുപോയി. എന്നാൽ ആ തീരുമാനത്തെ പോലും കർത്താവ് മാനിച്ചു. ഞാൻ +2 വന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലില്
ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നൊക്കെ മാറി ഹോം സിക്ക് ആയിരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വന്നിട്ട്, നീ ഞങ്ങളുടെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ വാ, നിന്റെ സങ്കടം എല്ലാം മാറും എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ നിന്ന് ഞാൻ സുവിശേഷം കേൾപ്പാനിടയായി. എന്റെ ഉള്ളിൽ അവരെന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്മിത, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, താൻ മുഴു ലോകത്തിന്റെ രക്ഷകനായി വന്ന എല്ലാ സകല വ്യക്തികളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മോക്ഷം നൽകുവാൻ വേണ്ടി വന്ന ഒരു ദൈവമാണ്. ചരിത്രത്തെ തേടിയെന്നും BC എന്നും തിരിച്ചൊരു വ്യക്തിത്വമാണ്. നീ വിശ്വസിക്കുവാണ് നിന്റെ രക്ഷകനും കർത്താവുമായി നീ ദൈവത്തെ വിശ്വസിക്കുവാണെങ്കിൽ നീയും ദൈവ പൈതലായി തീരും. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നീയും അനുഭവിക്കുന്നില്ല അവരെന്നോട് പറഞ്ഞു. മാത്രയിൽ എൻ്റെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റാതെ വണ്ണം ഒരു സങ്കടം പൊട്ടിപ്പുറപ്പെട്ടു. എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ദൈവത്തെ അപ്പോൾ തന്നെ ഞാൻ ഏറ്റെടുക്കണം എന്നുള്ള വലിയ പ്രേരണയുണ്ടായി. എന്നാൽ ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു സൈഡ്, നീ ഒരിക്കലും അത് ഏറ്റെടുക്കരുത്, നീ നിന്റെ പാരമ്പര്യം വിട്ടു പോകരുത് എന്നുള്ള ഒരു ഫൈറ്റ് എൻ്റെ ഉള്ളിൽ അന്ന് തന്നെ ഞാൻ അനുഭവിക്കട്ടെ. എന്നാൽ എനിക്ക് ദൈവത്തെ ഒരു കർത്താവിനെ, ഒരു സത്യത്തെ അറിയുവാനുള്ള ഒരു വാഞ്ച ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിനെ മറികടന്ന് ഞാൻ അപ്പോൾ തന്നെ ഏറ്റെടുത്തു, രക്ഷ ഏറ്റെടുത്തു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സങ്കടം ഉണ്ടായി. ഞാൻ എൻ്റെ എല്ലാ കുറവുകളും എല്ലാം ഏറ്റു പറഞ്ഞ് ഞാൻ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായി. നീ എന്താണ് ചെയ്തത്? നീ ഇത്ര നാളിൽ പിൻപറ്റിയ നിന്റെ വിശ്വാസങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ്, വലിയ തറവാടായിരുന്നു എൻ്റെ ഉത്സവങ്ങളെല്ലാം നടക്കുന്ന, നീ അതിനെ എല്ലാം തള്ളി, ആ ദേവന്മാരെല്ലാം തള്ളി നീ പോയത്, നീ എന്താണ് ഏറ്റെടുത്തത്? നീ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നെല്ലാം ഭയങ്കര ഒരു ഭീതി എന്നെ പിടിക്കാതെ ഞാൻ ഓടി എന്റെ റൂമിൽ പോയി. ഞാൻ മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, നീ ദൈവമെങ്കിൽ ഈ എല്ലാ വിഷയങ്ങളെ അതിജീവിക്കാനും എന്റെ നാമത്തിന് വേണ്ടി അന്ത്യം വരെ അവസാനം വരെ നിൽക്കുവാനെല്ലാം ഉള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആദ്യത്തെ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഭയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അന്ന് വരെ പ്രാർത്ഥിച്ച പോലെയല്ല ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉയരത്തിൽ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്, അവിടെ നിന്നൊരു അഷ്വറൻസ് എൻ്റെ ഹൃദയത്തിൽ ലഭിക്കുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, പിന്നീട് അങ്ങോട്ട് ഏറിയ ഒറ്റപ്പെടലിലൂടെ എല്ലാം ഞാൻ കടന്നുപോയി. എന്നെ മനസ്സിലാക്കുവാൻ വീട്ടിലാരും ഇല്ലാത്ത അവസ്ഥകള്, ചർച്ചിൽ പോകാൻ കഴിയാത്ത സാഹചര്യങ്ങള്, സ്റ്റഡീസിലെല്ലാം ഒത്തിരി സ്ട്രഗിൾ വന്നു. എന്നാൽ അവിടെയൊക്കെയും കർത്താവിനോട് കൂടെ ഇരുന്നു. എൻ്റെ മാരേജിന്റെ സമയമായപ്പം എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയി ചർച്ചിൽ പോവും, തിരികെ വരും, ജോലി സ്ഥലത്ത് പോകും, അവിടുന്ന് നേരെ ചർച്ചിൽ പോകും. അങ്ങനെയായിരുന്നു. അപ്പൊ എൻ്റെ മാരേജ് സമയം വന്നപ്പോ എൻ്റെ അച്ഛൻ വിചാരിച്ചു ആ സമയം വരെ ഇത് കാണത്തുള്ളൂ, മാരേജിന്റെ സമയമാകുമ്പോ എന്തായാലും മടങ്ങി വന്ന് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വിവാഹം കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മാരേജ് സമയത്ത് എനിക്ക് ഒത്തിരി പ്രപ്പോസൽസ് വരുമായിരുന്നു. ആ പ്രപ്പോസൽ എല്ലാം വരുന്ന സമയത്ത് ജോലി ചെയ്യുന്ന തന്നെ ഒത്തിരി പേര്, ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരുന്നു, വൈകല്യങ്ങളുടെ ഡിസബിലിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളെ ടീച്ച് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരുന്നു. ഒത്തിരി പ്രപ്പോസൽ എല്ലാം വരുമ്പോ ഞാൻ എന്റെ പാരന്റ്സിന്റെ അടുത്ത് പറയില്ല, ഞാനൊരു വിശ്വസിക്കുന്ന ദൈവകൃപയിലിരിക്കുന്ന ഒരു വിശ്വാസിയെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പ്രമാണമുള്ളൂ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ എനിക്ക് ആലോചിക്കാവൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഗ്രാമപ്രദേശമാണ്, ജാതീയ പശ്ചാത്തല സ്ഥലത്ത് ക്രിസ്ത്യൻസ് ഇല്ല, നാമത്തിന് പോലും നാമധേയ ക്രിസ്ത്യാനികൾ പോലും ഇല്ല, കാത്തലിക്സ് പോലും ഇല്ലാത്തൊരു ഏരിയയിലാണ്, ഒരു ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ എന്റെ അച്ഛൻ ചോദിച്ചു, നീ എന്താണ് ഈ സാധിക്കുന്നത്? ഈ വിശ്വാസിയെ ഇവിടെ പോയി ഞാൻ കണ്ടെത്തും, ഈ എങ്ങനെ ഇത് തേടി കണ്ടുപിടിക്കും, ആര് നിനക്ക് വേണ്ടി കണ്ടുപിടിക്കും, ഇതെല്ലാം ചോദിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ക്രിസ്ത്യൻസിനെയാണ് നീ വിവാഹം കഴിക്കുന്നെങ്കിൽ നിനക്ക് എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോകാം, ഒരിക്കലും ഞാൻ നിന്റെ വിവാഹം നടത്തി തരികയില്ല, എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, മറിച്ച് നിന്റെ പോലെ തന്നെ നമ്മുടെ സെയിം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വ്യക്തി നിന്റെ പോലെ ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചു തരാം, പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് എൻ്റെ പിതാവ് പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, എൻ്റെ ആത്മാവിൽ അപ്പോൾ വലിയൊരു പ്രേരണയുണ്ട്. ഞാൻ പറഞ്ഞു, നിശ്ചയമായും എൻ്റെ പോലെ എനിക്ക് എൻ്റെ പിതാവ് തന്നെ, കാരണം എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, അന്നേരം എൻ്റെ അച്ഛൻ തന്നെ എൻ്റെ വിവാഹം നടത്തി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തെ നേടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ ഷാർപ്പാ, വളരെ ദേഷ്യക്കാരൻ, എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി. അദ്ദേഹത്തെ മറികടന്ന് ഞാന് പിന്നെ തിരിച്ചു കയറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് കയറ്റത്തില്ലെന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോ അദ്ദേഹത്തെ നേടുവാൻ എപ്പോഴും കർത്താവ്, നീ
കർത്താവ് ഞാൻ ഒത്തിരി ഇറങ്ങിപ്പോയാലും മിഷണറി ആയി പോയാലും നോർത്ത് ഇന്ത്യയിൽ പോയാലോ കർത്താവെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒത്തിരി ആലോചന ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവാത്മാവ് എന്നോട് പറയും, ഇല്ല, നീ ഇവിടെ തന്നെ താമസിക്കണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് വചനം പറയുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, ഇല്ല, എന്റെ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കും. ഇപ്പൊ ആ വ്യക്തി ഇന്ന് വരെ ഇല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി വിശ്വാസത്തിൽ കൊണ്ടുവന്ന് വളർത്തി എന്റെ മാരേജ് ടൈമിൽ എനിക്ക് വേണ്ടി അച്ഛന്റെ മുമ്പിൽ നിർത്തുവാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെ ഞാൻ മാട്രിമോണി സൈറ്റിൽ വെറുതെ ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി എന്റെ പ്രപ്പോസൽ പോസ്റ്റ് ചെയ്തു. ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം ഞാൻ എന്റെ ഫോൺ നമ്പർ ഇട്ടു. കാരണം ഓഫീസിലൊക്കെ ആയിരിക്കുമ്പോൾ പ്രപ്പോസൽ എല്ലാം വിളിക്കുമ്പോൾ എനിക്ക് അത് അറ്റൻഡ് ചെയ്ത് ഒത്തിരി റിപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഒറ്റ ദിവസം മാത്രം ഞാൻ ഇട്ടു. അന്ന് എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ, അവർ ദൂരദർശനിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വെറുതെ മാട്രിമോണി സൈറ്റ് നോക്കിയപ്പോൾ എന്റെ നമ്പർ കാണുകയും എന്നെ വിളിക്കുകയും ചെയ്തു. എന്റെ ഹസ്ബൻഡ് അദ്ദേഹം വളരെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഫാസ്റ്റ് ചെയ്ത് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ദർശനത്തിൽ കാണുകയും ആ സമയത്താണ് എന്റെ പ്രപ്പോസൽ വരുന്നത്. എന്റെ ഫോട്ടോ കാണാതെ തന്നെ അദ്ദേഹത്തിന് ദൈവം എന്നെ ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയും അതിൽ ഉറപ്പ് നൽകിയും എന്നെ കാണാനായി എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ അച്ഛൻ പോലും അത്ഭുതപ്പെടുമാറ് സൂട്ട് കേസിൽ, കാരണം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടില് മാരേജിനുള്ള ഡ്രസ്സ് ഒന്നും കുഞ്ഞിന്റെ ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് എടുക്കില്ല. എല്ലാം ആരാണോ വിവാഹം കഴിക്കുന്നത് അവര് കൊണ്ടുവരണമെന്നാണ്. ക്രിസ്ത്യൻ രീതിയിൽ നേരെ തിരിച്ച് വൈറ്റ് ഡ്രസ്സും സാരി ഇതെല്ലാം സ്ത്രീയുടെ, അത് ആരാണോ അവരുടെ വീട്ടുകാരാണ്. അതൊന്നും എന്റെ വീട്ടിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കാണാൻ വരുന്ന സമയത്ത് തന്നെ എന്റെ വിവാഹത്തിനുള്ള സാരി, എനിക്ക് അതിന്റെ ശേഷമുള്ള ഡ്രസ്സ്, എന്റെ സകല കാര്യങ്ങളും സൂട്ട് കേസിലാക്കിയിട്ടാണ് എന്നെ വിവാഹത്തിന് കാണാനായിട്ട് ഡൽഹിയിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് വരുന്നത്. ആ സമയത്താണ് എന്റെ പിതാവ് ആശ്ചര്യപ്പെട്ടത്, ഇതുപോലെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന്. പ്രിയ ദൈവമക്കളെ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ദൈവവചനം ഇരമ്യാവിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ ഒറ്റപ്പെടലിൽ ഒരു സാധ്യതയുമില്ലെന്ന് ശത്രു പറയുമ്പോഴും എന്റെ പിതാവ് എന്നോട് ആണയിട്ട് പറയുമായിരുന്നു, നീ എന്നെ മാത്രം പ്രതീക്ഷിക്കരുത്, ഞാൻ ഒരിക്കലും വരത്തില്ല, എന്നെ ഒരിക്കലും കിട്ടത്തില്ല, ഞാൻ ഹിന്ദുവായി ജനിച്ചു, അതിൽ തന്നെ ഞാൻ മരിക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അത്രത്തോളം അവകാശം പറയുന്ന ഒരു പാരമ്പര്യ ബന്ധനത്തിലായിരുന്ന കുടുംബമായിരുന്നു എന്റേത്. എങ്കിലും കർത്താവിന്റെ പ്രവൃത്തി എന്റെ പിതാവിന്റെ മേൽ വെളിപ്പെട്ടു. എന്റെ മാതാവിന്റെ കണ്ണിന്റെ കാഴ്ച പോയ സമയത്ത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 2 കണ്ണിന്റെ കാഴ്ച പോയി. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആയിരുന്നു. വെയിൻ ഇൻഫെക്റ്റഡ് ആയി പോയതുകൊണ്ട്, ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യാത്തത് കൊണ്ട് അമ്മയ്ക്ക് കാഴ്ച കിട്ടില്ലെന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു. ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ മാത്രമേ അതിൽ തിരികെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്റെ പ്രയർ ഗ്രൂപ്പിൽ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച സമയത്ത് എന്റെ മാതാവ് രക്ഷിക്കപ്പെടുവാനിടയായി. ഒരു മാസത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമ്മയുടെ കാഴ്ച മടങ്ങി വന്നു. അമ്മ സ്വതന്ത്രമായി കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അത് കണ്ടിട്ട് പോലും എന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്നില്ല. എന്നാൽ എന്റെ ഹസ്ബൻഡ്, എന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടില്, ഹസ്ബൻഡ് ബൈബിൾ കോളേജിൽ പഠിച്ചു, ജോലിയെല്ലാം ഉപേക്ഷിച്ച് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള പ്രേരണ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് ഞാനും എന്റെ ഹസ്ബൻഡും രാവിലെ എഴുന്നേറ്റ് ആത്മാവിൽ പാടി ആരാധിക്കുമായിരുന്നു. ആ ആ ശബ്ദം കേട്ട് കേട്ട് ഞങ്ങൾ ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും അസുഖയിൽ പാടില്ലെങ്കിൽ എന്റെ അച്ഛൻ ചോദിക്കുമായിരുന്നു, അല്ല നിങ്ങൾ ഇന്ന് പാട്ട് കേട്ടില്ലല്ലോ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എന്റെ വീട്ടിൽ എല്ലാവരെ കൊണ്ടുപോയാലും നിന്റെ പിതാവിനെ ഒരിക്കലും വിട്ടു തരികയില്ലെന്ന് ശത്രു വാദിച്ചെടുത്ത് എന്റെ പിതാവും രക്ഷയിലേക്ക് വരുവാൻ തക്കവണ്ണം അത്ഭുത മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കി. താനൊരു തീക്ഷ്ണതയുള്ള വിശ്വാസിയായി 6 വർഷമേ താൻ വിശ്വാസത്തിൽ ജീവിച്ചുള്ളെങ്കിലും അതൊരു പെർഫെക്റ്റ് ആയ ലൈഫായിരുന്നു. തന്നെ കാണുന്ന എല്ലാവരോടും, മീൻകടയിൽ കയറിയാലും പച്ചക്കറിക്കടയിൽ കയറിയാ എവിടെ കയറിയാലും ബന്ധുവീട്ടിൽ പോയാലും എവിടെ പോയാലും താൻ പറയും, ഞാൻ വിഗ്രഹങ്ങളെ വിട്ടു, എനിക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളത് യേശുക്രിസ്തുവാണ്, ഞാൻ എല്ലാത്തിലും ധന്യനായെന്ന് പറയത്തക്കവണ്ണം തന്റെ വിശ്വാസം താൻ പോകുന്നിടത്തെല്ലാം ഒരു കുഞ്ഞിനെ പോലെ താൻ ഏറ്റു പറയുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ കണ്ട വലിയ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി എന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച മടങ്ങി വന്നതല്ല,
ഞാൻ വിശ്വാസത്തിൽ വരത്തില്ലെന്നും നിനക്കതിന് കഴിയത്തില്ലെന്നും ശത്രു സ്വപ്നത്തിലൂടെ പലതവണ ആരെ ലഭിച്ചാലും പിതാവിനെ വിട്ടുതരികയില്ലെന്നും തടഞ്ഞു വെച്ച് ശത്രു വാദിച്ചിടത്തൊക്കെയും അതിന്റെ എല്ലാം മധ്യത്തിലും ആമേൻ ഹല്ലേലൂയ എന്റെ പിതാവ് രക്ഷ ഏറ്റെടുത്ത് ആദ്യമായി കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്നൊരു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട വലിയ അത്ഭുതങ്ങളിൽ ഒന്ന്. ഹല്ലേലൂയ ഒരു ആത്മാവിന്റെ രക്ഷ. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരം ഒരിക്കലും നടക്കുകയില്ലെന്ന് ശത്രു പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ആ വ്യക്തിയുടെ മാനസാന്തരം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂതായി പറയട്ടെ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് വചനത്തിൽ നമ്മോട് ദൈവം ചോദിക്കുകയാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ വേദനയോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എത്ര അവകാശം പറയുന്ന പാരമ്പര്യമാണെങ്കിലും, ഏത് ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് കർത്തൃസന്നിധിയിലായി തീരേണ്ടതുപോലെ ആക്കി തീർക്കേണ്ടതുപോലെ ആക്കി തീർക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ നല്ലൊരു വിശ്വാസിയായ എൻ്റെ പിതാവ് ജീവിച്ചു മരിച്ചു. മരണസമയത്തെല്ലാം ഒത്തിരി വിഷയങ്ങള് തറവാട്ടുകാരുണ്ടാക്കി. തറവാട്ടിൽ അടക്കം ചെയ്യണം, കുടുംബക്ഷേത്രത്തിൽ വെക്കണം എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി വാദങ്ങളുണ്ടായി. നാട്ടിലെല്ലാവരും ഞങ്ങൾക്കെതിരെ അതിന്റെ മധ്യത്തിലൊക്കെയും സ്വർഗത്തിലെ ദൈവം ഒരു മോറൽ പോലും തട്ടാതെ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കേണ്ടവരെ എഴുന്നേൽപ്പിക്കുകയും അടക്കേണ്ടവരെ അടക്കുകയും ചെയ്തു ദൈവം നമ്മെ പരിപാലിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവിടെ നിന്നാണ് ഞങ്ങള് പുതിയ വർക്ക് എടുത്ത് സഭാ ചാർജ് എടുത്ത് ഹസ്ബൻഡ് ബൈബിൾ കോളേജ് പഠിച്ചതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് കുന്നമംഗലത്ത് വന്ന് ദൈവവേല സ്റ്റാർട്ട് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, ജാതീയ ദേശത്ത് ഇവിടെ 10 വർഷമായി ദൈവവേല സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്രോഗ്രസ്സും ഇല്ലാത്തത് കൊണ്ട്, ഒരു വ്യക്തി പോലും സ്നാനപ്പെടാത്തത് കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഡിസ്ട്രിക്ട് തീരുമാനിച്ച സമയത്താണ് ദൈവാത്മാവിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പ്രേരണ ലഭിക്കുന്നതും. അപ്പോഴെല്ലാ ടൈമും തീർന്നിരുന്നു, ട്രാൻസ്ഫർ എല്ലാം തീർന്നു. ഈ സഭയിലേക്ക് ആരും വരാത്തത് കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യാം, ഇനിയൊരു പ്രോഗ്രസ് ഇല്ല. ഒത്തിരി നല്ല ദൈവദാസന്മാർ ഇവിടെ ശുശ്രൂഷിച്ചതാണ്. അന്നേരം ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സമയത്താണ് ഞങ്ങൾ അറിയുന്ന ഒരു ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി പറയുകയും ഈ ഡിസ്ട്രിക്റ്റിൽ പോയി അന്വേഷിച്ച് ഞങ്ങളെ വിളിപ്പിക്കുകയും ചെയ്തത്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഇവിടെ വന്നു ഞങ്ങള് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 18 വ്യക്തികള് ഹല്ലേലൂയ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവർ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ ആമേൻ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ഞങ്ങളിലൂടെ വ്യാപരിച്ചു. ആമേൻ. ജാതീയ ആധിപത്യങ്ങളെ തകർക്കുന്നവൻ, വെല്ലുവിളികളെ അതിജീവിപ്പാൻ നമ്മെ പ്രാപ്തനാക്കുന്നവൻ, കുതിരകളോട് മത്സരിച്ച് ഓടി ജയമെടുക്കുവാൻ നമ്മുടെ മേൽ ആത്മാവിന്റെ ശക്തി പകരുന്നവൻ, അത്യുന്നതന്റെ കരത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണ്ണാലെ കണ്ട് ആമേൻ ആമേൻ ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മെ ആമേൻ എഴുന്നേൽപ്പിക്കുന്നവനായ ആ ദൈവത്തിന്റെ ബലവും മഹത്വവും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെല്ലുവിളികൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്തും. നിർത്തത്തില്ലെന്നും മടുപ്പിക്കുന്ന അനുഭവങ്ങൾ, നിർത്തി പോകാമെന്ന് തോന്നുന്ന ആ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ശത്രുവിന്റെ കൂട്ടുകെട്ടുകൾ, വ്യാജ ആലോചനകൾ, വ്യാജം പ്രവചിക്കുന്ന പ്രവാചകന്മാർ, ശുശ്രൂഷയിൽ തന്നെ ആമേൻ റൂട്ട് മാറിയവർ, ഇവിടെ അവിടെ നിന്നെല്ലാം 4 വശത്തു നിന്നും ഞെരുക്കുന്ന അനുഭവങ്ങൾ, നിർത്തിപ്പോയാലോ എന്ന് ചിന്തിച്ച സമയങ്ങളെല്ലാം ഞങ്ങളുടെ വേലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഹല്ലേലൂയ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ആമേന്റെ നിയോഗപ്രകാരം അവൻ അയച്ചതായതുകൊണ്ട്, നമ്മെ നിർത്തണം എന്നുള്ള ആഗ്രഹം ദൈവത്തിനുള്ളത് കൊണ്ട്, ഇവിടെ രമ്യാവിനോട് കർത്താവ് ചോദിക്കുക, നീ എങ്ങനെ കുതിരകളോട് മത്സരിച്ചോടും? ആമേ, അതിനർത്ഥം നീ ഒന്നുകൂടെ ബലപ്പെടണം, നിനക്ക് ഇനിയും ദീർഘദൂരം ഓടുവാനുണ്ട് രമ്യാവേ. നീ കാലാളുകളോട് കൂടെ ഓടി നീ തോറ്റു പോകരുതേ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ കുറിച്ച് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങളുടെ മധ്യേ നാം മനമെടുത്തു പോകരുത്. അതിന്റെ സെക്കൻഡ് പാർട്ടി പറയുകയാണ്, സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് പിടിച്ചു കൊണ്ടുപോയി കൽദയരുടെ ദേശത്ത് അവരെ അടിമകളാക്കി. അവരെ യിരെമ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ അവർ പ്രവാസത്തിലേക്ക് പിന്നത്തേതിൽ പോകേണ്ടി വന്നു.
അല്ല, ഇവിടെ അവർക്ക് താൽക്കാലിക സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ ശത്രു പിടിച്ചു കൊണ്ടുപോകുന്ന യോർദാന്റെ വൻകാട് ഇരുളടഞ്ഞ അനുഭവങ്ങളാണ്, പതിരിപ്പുകളാണ്, ശത്രു ചാടി വരുന്ന അനുഭവങ്ങളാണ്. എവിടെ നിന്ന് ആക്രമണം ഉണ്ടാകും? ഒരു വൻകാട് എന്നാണ് യോർദാന്റെ അനുഭവങ്ങൾ, ഒഴുകി പോകുന്ന അനുഭവങ്ങളിൽ നീ എങ്ങനെ നിൽക്കുമെന്ന് യിരെമ്യാവിനോട് ദൈവം ചോദിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പിന്നത്തെ ഇതിൽ വായിക്കുമ്പോൾ ഇതിന്റെ അവസാന അധ്യായങ്ങളിൽ 39-40 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ബാബേൽ രാജാവ് വന്ന് ഇസ്രായേലിനെ പിടിച്ചടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യിരെമ്യാവിന് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. അതിന്റെ സൈന്യാധിപൻ യിരെമ്യാവിനോട് പറയുക, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുവാൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുവാൻ രാജാവ് എന്നോട് കൽപ്പിച്ചിട്ടെന്ന് പറയുകയാണ്. അതിന്റെ 37-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 39-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. ശത്രു രാജ്യത്ത് ശത്രു വന്ന് ദൈവാലോചന കേൾക്കാത്ത ദൈവജനത്തെ, രാജാവിനെ എല്ലാം പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി അടിമകളാക്കി അവരവിടെ ശോഷിച്ചു പോകുമ്പോൾ യിരെമ്യാവ് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ദൈവഭക്തനോട്, ഹല്ലേലൂയ, ദൈവം കാണിക്കുന്ന കരുണ അന്യദേശത്ത്, ഹല്ലേലൂയ, ശത്രു രാജ്യത്ത് അവനോട് പറയുകയാണ്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക. യിരെമ്യാവിന് അവൻ എന്താവശ്യപ്പെട്ടാലും നീ അവന് ചെയ്തു കൊടുക്കുകയെന്ന് ശത്രു രാജ്യത്ത് ശത്രുപക്ഷത്തിരിക്കുന്നവൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തിയും നമുക്ക് വേണ്ടി സഹായത്തിലും, ജാതീയ പശ്ചാത്തലത്തിലും ശത്രു രാജ്യത്തിലും ഇസ്രായേൽ പിടിക്കപ്പെട്ട സമയത്തും ദൈവനാമത്തിനു വേണ്ടി നിന്ന യിരെമ്യാവിനെ ദൈവം മാനിച്ചതായി, ദൈവം അവനൊരു ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിച്ചതായി വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. പ്രിയ മക്കളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാനും നിങ്ങളും ദൈവത്തിനു വേണ്ടി നിൽക്കുന്നത് നമുക്കൊരിക്കലും ഒരു നഷ്ടമല്ല, ദൈവീകമായ ഒരു മാന്യതയാണ്. അത് വെളിപ്പെട്ടു വരേണ്ട സമയത്ത്, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, ദൈവം നമുക്ക് വേണ്ടി ഇടപെടേണ്ടുന്ന സമയത്ത്, അത് എത്രത്തോളം നെഗറ്റീവ് സാഹചര്യത്തിലാണെങ്കിലും ഒരു സാധ്യതയും ഒരു പ്രൊവിഷനും അവിടെ അതിന് ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രൊവിഷൻ ഉണ്ടാക്കും. സ്വർഗത്തിലെ ദൈവം നമുക്ക് വ്യക്തികളെ ഒരുക്കും. സ്വർഗത്തിലെ ദൈവം നമുക്ക് സാഹചര്യങ്ങളെ ഒരുക്കി തരും. സ്വർഗത്തിലെ ദൈവം നമുക്ക് വഴികളെ തുറന്നു തരും. ഇത് ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അവിടെ, ഹല്ലേലൂയ, യിരെമ്യാവിലൂടെ ദൈവം അരുളി ചെയ്ത എല്ലാ ആലോചനകളും ദൈവം നിവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ യിരെമ്യാവിനെ അന്യദേശത്ത് ജാതീയ പശ്ചാത്തലത്തിൽ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ പോലും തന്നെ ഭയപ്പെടത്തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി തന്നിലൂടെ വെളിപ്പെടുത്തി മാനിച്ച് ബാലനായിരുന്നത് തൊട്ട് തന്റെ ഹല്ലേലൂയ ശുശ്രൂഷകാലം എത്ര കാലം താൻ ജീവിച്ചു അതുവരെയും ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് ഒഴുക്കിനെതിരെ പൊരുതി നീന്തിയ ഒരു ദൈവഭക്തനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി, ഒരു ബലമായി തീരട്ടെ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള സമർപ്പണത്തിൽ ഒരു പടി കൂടെ മുന്നിലേക്ക് കയറി നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇതൊരു ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനചിന്തയിൽ നിന്നിരിക്കുന്നു. ഇതിനോർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഓക്കെ. പരിശുദ്ധനായ ദൈവമേ, വലിയവനായ കർത്താവേ, അവിടുത്തെ മുമ്പാകെ അടിയങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അവിടുത്തെ വചനം ശ്രവിച്ച സകല ദൈവമക്കളെയും കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ എന്തു ദൈവീക പദ്ധതിക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നുവോ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ദൈവീക ബലം കർത്താവേ, അവർ കുതിരകളോട് മത്സരിച്ചോടി ജയിക്കുന്ന നിലവാരത്തിൽ അത്യുന്നതന്റെ ശക്തി അവരുടെ മേൽ നിഴലിട്ട് അവരിലൂടെ വെളിപ്പെടുവാനുള്ള എല്ലാ ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണം കണ്ട് സന്തോഷിപ്പാൻ, തിരുനാമം മഹത്വം എടുക്കുവാൻ കർത്താവേ ഒന്ന് കൃപ ചെയ്യണമേ. ഈ പ്ലാറ്റ്ഫോം കർത്താവേ നടത്തിക്കൊണ്ടു പോകുന്ന
ആമേ സന്ധ്യ സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവിൽ അലങ്കാരം കൊടുക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും മാനിക്കണമേ, പ്രതിഫലം നൽകണമേ, നിത്യതയിൽ എല്ലാം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. ഇഴയായ അടിയനെയും കർത്താവെ സമർപ്പിക്കുന്നു, ബലപ്പെടുത്തണമേ, മുന്നോട്ട് ഓടുവാനുള്ള ദൈവകൃപ പിന്നെയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അടിയൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് വേണം ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.